ശബരിമല യുവതീ പ്രവേശനത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നിലപാട് പറയണം. റിവ്യൂ ഹർജികളിൽ വാദത്തിന് സമയക്രമം നിശ്ചയിച്ച് സുപ്രീം കോടതി. മാർച്ച് 14-നകം കക്ഷികൾ നിലപാട് അറിയിക്കണം. ഹർജി അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും 3 ദിവസം വീതം വാദം. തെരഞ്ഞെടുപ്പിനിടെ യുവതീ പ്രവേശനത്തിൽ നിലപാട് പറയേണ്ടി വരുന്നത് സർക്കാരിന് വെല്ലുവിളി. കരുതലോടെ നീങ്ങാൻ സർക്കാരിന്റെയും പാർട്ടിയുടെയും വ്യത്യസ്ത നിലപാടായിരിക്കുമെന്ന് എം വി ഗോവിന്ദൻ. ദേവസ്വം ബോർഡും സർക്കാരും നിലപാട് തിരുത്തണമെന്ന് NSSും SNDP. ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. രഹസ്യമായി ഹാജരാകാനെത്തിയ രാഹുൽ ന്യൂസ് 18 ക്യാമറയ്ക്ക് മുന്നിൽ 3 ദിവസം പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി ചോദ്യം ചെയ്യൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെളിപ്പെടുത്തലുമായി PT കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗികാതിക്രമ കേസ് നൽകിയ പരാതിക്കാരി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച പറ്റി. സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു. പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ലെന്നും ആശ ആച്ചി ജോസഫ് ന്യൂസ് 18നോട്. എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എളമക്കര പോക്സോ കേസിൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാൻ പോലീസ്. അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. DNA പരിശോധനാ ഫലം നിർണായകം. ചിന്നു പാപ്പുവിന്റെയും ആൺസുഹൃത്തിന്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നതിലും അന്വേഷണം.